വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് നാടൻ രീതിയിൽ മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകി തുടച്ചെടുത്താണത്. ഞാൻ വെക്കുന്നത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ബൗളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അപ്പോൾ ആ പാത്രം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ മാങ്ങാച്ചാർ പെട്ടെന്ന് തന്നെ പൂത്തുപോകും. അത് മാങ്ങാച്ചാർ എന്നല്ല, ഏതച്ചാറാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുക്കാം. അളവ് ഞാൻ പറയണില്ല, കാരണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് നമുക്ക് അച്ചാറിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ആക്കി കൊടുക്കാം. ഇതൊന്ന് ഒരു ദിവസം ഇത് എടുത്ത് വെക്കാം, മൂടി വെക്കാതൊന്ന്. കാരണം ഞാനിതൊരു ദിവസം വെക്കാറുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട്. നാടൻ രീതിയിലൊക്കെ അച്ചാറിടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉപ്പ് തിരുമ്പി വെച്ചതിന് ശേഷം അച്ചാറിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും ഇതേപോലെ ഉപ്പ് തിരുമ്പി വെക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറും. നമ്മുടെ ഉപ്പ് തിരുമ്പി വെച്ചിരുന്ന മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ മാങ്ങയുടെ വെള്ളമൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് ഇതിലോട്ട്. നമുക്കിത് അച്ചാർ എങ്ങനെ ഇടുന്ന നോക്കാം. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ വെച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് നല്ലെണ്ണ, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് ഒരു 10 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇതേപോലത്തെ 2 കഷ്ണം ഇഞ്ചി. ഇതൊന്ന് ഞാൻ ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടാലും മതി. ഇതൊന്ന് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി അതിലത്തെ ആ വെള്ളമൊക്കെ വലിയുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 3.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ചിടണം, അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ചേർക്കേണ്ടത് സുർക്കയാണ്. ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സുർക്ക കൂടുന്നുള്ള പേടി വേണ്ട കേട്ടോ, കാരണം അച്ചാർ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പാകമായിക്കോളത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അച്ചാർ സീക്രട്ടാണ്. ഇത് ഉഴുന്നിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ നിറച്ച് ഉഴുന്നിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്ന് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റും ഉണ്ടാവും, പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ടാവും അച്ചാറിന്. മാങ്ങാച്ചാറൊക്കെ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കരുത്. നമ്മൾ ഈ സൈഡിലൊന്ന് തിള പൊട്ടുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിനൊക്കെ എപ്പോഴും ഉപ്പ് ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ശരിക്കും ഉപ്പ് അറിയാൻ പറ്റുള്ളൂ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. സൈഡിലേക്കൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിടുന്ന അച്ചാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാറില്ല. കാരണം നമ്മൾ അച്ചാറിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ഇരിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പൂത്തുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലേക്ക് ഏറ്റവും അവസാനം നമുക്ക് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ മാങ്ങക്ക് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന എല്ലാം കറക്റ്റാണ്. ഒന്നും കൂട്ടാനോ കുറക്കാനില്ല. ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പുറത്ത് തന്നെ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇരുന്നോളും. അച്ചാറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നനഞ്ഞ ടീസ്പൂൺ കൊണ്ടൊന്നും അച്ചാർ എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൂപ്പിൽ വരാണ്ടിരിക്കും. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പാകമായി കിട്ടും. കാരണം കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇപ്പോൾ ഇത് അത്യാവശ്യം കറക്റ്റാണ്. ഇതിന് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പാകം. പിന്നെ അച്ചാറിൻ്റെയൊക്കെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ മാങ്ങാച്ചാറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊട്ടും ക്ഷമ കിട്ടില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അച്ചാർ എടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.